എല്ലാ കൂട്ടുകാരെയും എക്സൽ ഓൺലൈൻ സൺഡേ സ്കൂളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ പോകാൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ സൺഡേ സ്കൂൾ ക്ലാസ് പഠിച്ചുകൊണ്ടിരുന്നു. ഒരു അധ്യായത്തിലേക്ക് നമ്മൾ പോകുന്നു. അതിനു മുമ്പ് നമുക്ക് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ പാദപീഠത്തിങ്കൽ ഒരുമിച്ച് കടന്നു വരുവാൻ ഞങ്ങളെ സഹായിച്ചതിനായി സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ കൃപയിൽ അടിയങ്ങളെ പൊതിഞ്ഞതിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഇത്രത്തോളം കരുതിയതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ഇന്നത്തെ പാഠം പഠിക്കുവാനും അത് ഞങ്ങളുടെ മനസ്സിൽ പതിയുവാനും ദൈവിക ജ്ഞാനത്തിൽ വളരുവാനും ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തുതിക്കുന്നു. പഠിപ്പിക്കുവാൻ അടിയനെ ബലപ്പെടുത്തണം. പഠിക്കുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുമാറാണ്. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്നത്തെ വേദഭാഗമായി നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് 1 ശമൂവേലിൻ്റെ പുസ്തകം 17-ാം അധ്യായമാണ്. 17-ാം അധ്യായത്തിൽ നടന്ന ദാവീദിൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു വലിയൊരു സംഭവത്തെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. ശമൂവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 1 ശമൂവേലിൻ്റെ പുസ്തകമാണ് 17-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായ ഒരു വലിയൊരു നീണ്ട കഥയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. കഥയെന്ന് മാത്രമല്ല, ഇതൊരു സംഭവ ചരിത്രമായി വേദപുസ്തകം അതിനെ അടയാളം. ഇന്ന് നമ്മൾ കാണുന്നത് ഈ ദാവീദിനെ തൻ്റെ പിതാവ് എന്ത് ചെയ്യുന്നു, തൻ്റെ സഹോദരന്മാർ ശൗലിൻ്റെ പടജനത്തിലുള്ള പടയാളികളായി സേവനമനുഷ്ഠിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇവരെ കാണുകയും ഇവരുടെ വിശേഷങ്ങൾ അറിയുകയൊക്കെ ചെയ്യേണ്ടത് വളരെ ആവശ്യമായ കാര്യമാണ്. ദാവീദിന് ഒരു പിതാവിനെ സംബന്ധിച്ച് തൻ്റെ മക്കൾ എങ്ങനെ ഇരിക്കുന്നു എന്ന് അറിയുന്നത് ഏറ്റവും അഭികാമ്യമായ, ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് തൻ്റെ പിതാവിന്. നമ്മുടെ പപ്പയും മമ്മിയും ഒക്കെ നമ്മളെക്കുറിച്ച് എപ്പോഴും തിരക്കാറില്ലേ, നമ്മളെക്കുറിച്ച് എപ്പോഴും അന്വേഷിക്കാറില്ലേ. ഇനിയും നിങ്ങളുടെ ചേട്ടന്മാരോ ചേച്ചിമാരോ ആരെങ്കിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോവുകയോ പഠിക്കുകയോ ഒക്കെ ചെയ്യുവാണെങ്കിൽ അവർക്കൊക്കെ എന്ത് ചെയ്യുന്നു, അവർ വരുന്ന സമയത്ത് അവർക്ക് ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കി, പലഹാരങ്ങൾ സാധാരണഗതിയിൽ മലയാളികളായ നമ്മുടെ വീടുകളിലൊക്കെ എന്ത് ചെയ്യുന്നു, അവർക്ക് അച്ചാറൊക്കെ ഇട്ട് കൊടുക്കുന്നു, ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി കൊടുക്കുന്നില്ലേ. യാത്ര പോകുമ്പോൾ അദ്ദേഹത്തിന് പോകുന്നവർക്ക് അല്ലേ, നമ്മളൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് അമ്മയൊക്കെ പൊതിഞ്ഞ് കെട്ടിയൊക്കെ തരാറില്ലേ ആഹാരങ്ങൾ. എവിടെയെങ്കിലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? യെസ്. അതുപോലെ തന്നെ ഇതിൻ്റെ സഹോദരന്മാരെ ശൗലിൻ്റെ പടജനത്തിൽ പടയാളികളായി ജോലി ചെയ്യുന്ന ആളുകളാണ്. അവരെവിടെയാണ് ഇപ്പോഴുള്ളത്? അവരൊരു യുദ്ധക്കളത്തിൽ നിൽക്കുകയാണ്. എവിടെ? ആരുമായിട്ടുള്ള യുദ്ധത്തിൽ? ഫിലിസ്ത്യരുമായിട്ടുള്ള യുദ്ധത്തിൽ. ഫിലിസ്ത്യർ എന്ന് പറയുന്നത് ഇസ്രായേൽ രാജ്യത്തിൻ്റെ എതിരാളികളായ മറ്റൊരു രാജ്യമാണ് ഫിലിസ്ത്യ രാജ്യക്കാർ. ആ രാജ്യവും ഇസ്രായേൽ രാജ്യവും തമ്മിൽ ഭയങ്കര യുദ്ധം നടക്കുകയാണ്. യുദ്ധത്തിനായിട്ട് അവർ കൂടിയിരിക്കുന്ന ഈ വാർത്ത കേട്ടിട്ട് ഇശായി എന്ത് ചെയ്തു, തൻ്റെ മകനായ ദാവീദിനെ എന്ത് ചെയ്യുന്നു, ഈ സഹോദരന്മാരുടെ അടുക്കിലേക്ക് പറഞ്ഞു വിടുക. ഒരു പറ മലരും പിന്നെ കുറച്ച് അപ്പമൊക്കെ എടുത്ത് എന്ത് ചെയ്യുക, തൻ്റെ സഹോദരന്മാരുടെ അടുക്കിലേക്ക് ദാവീദിനെ പറഞ്ഞു വിടുന്നു. എന്നിട്ട് പറയുകയാണ്, ഈ പാൽക്കട്ട കുറച്ച് 10 പാൽക്കട്ട എന്ത് ചെയ്തു, അത് കൊടുക്കുന്നു. ഇത് അവിടെ സൈന്യാധിപൻ എന്ത് ചെയ്യണം, കൊടുക്കണമെന്ന് ഇശായി പറഞ്ഞു വിടുകയാണ്. അങ്ങനെ താൻ എന്ത് ചെയ്യുന്നു, ഈ പാൽക്കട്ടയും മലരും അപ്പവും ഒക്കെ ആയിട്ട് ദാവീദ് എവിടെ പോവുകയാണ്, തൻ്റെ സഹോദരന്മാരെ കാണാനായിട്ട് യാത്രയായി. ദാവീദ് പതുക്കെ അവിടെ ചെന്നപ്പം ദാവീദ് കേൾക്കുന്നുണ്ട്, ഒരു വലിയ യുദ്ധത്തിൻ്റെ ഒരു മുഴക്കം കേൾക്കുന്നുണ്ട്. ദാവീദ് അങ്ങോട്ട് പോവുകയാണ്. അവിടെ ഒരു ആർപ്പ് വിളികൾ നടക്കുന്നുണ്ട്, ഓരോ വെല്ലുവിളിക്കുന്ന ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്, ഭയങ്കര ഘോരമായ ശബ്ദങ്ങളൊക്കെ കേൾക്കുക. ദാവീദിന് മനസ്സിലായി, ഇപ്പം പടയ്ക്ക് പുറപ്പെട്ട ആളുകൾ റെഡിയായിട്ട് നിൽക്കുക, യുദ്ധം നടക്കാനുള്ള സാഹചര്യം ഇപ്പോൾ ഉണ്ട്. ദാവീദിന് ദാവീദ് കാട്ടിലല്ലേ കിടന്നിട്ടുള്ളൂ, ദാവീദ് കാട്ടിലല്ലേ താമസിച്ചിട്ടുള്ളൂ, ദാവീദ് യുദ്ധം കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ദാവീദിന്, എനിക്ക് തോന്നുന്നു ദാവീദിനൊരു ക്യൂരിയോസിറ്റി ഉണ്ടായി കാണും, ഈ യുദ്ധം എങ്ങനെയാണ് നടക്കുന്നത്, യുദ്ധം കാണാനായിട്ടൊക്കെ എന്ത് ചെയ്യണം. ദാവീദ് അങ്ങോട്ട് ചെല്ലും. ദാവീദ് ഓടി സഹോദരന്മാരുടെ അടുക്കൽ ചെന്നിട്ട് ദാവീദ് പറഞ്ഞു, അപ്പോൾ ഇതുപോലെ എൻ്റെ കയ്യിൽ കുറേ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് തരാൻ തന്നിട്ടുണ്ട്, സഹസ്രാധിപന് കൊടുക്കാനുള്ള 10 പാൽക്കട്ടയൊക്കെ തന്നിട്ടുണ്ട്, ഇതൊക്കെ ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുക, എന്തു പറ്റി നിങ്ങളെല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നേ, ഇവിടെ യുദ്ധം നടക്കുന്നില്ലേ? അപ്പോഴാണ് ദാവീദ് ഒരു സംഭവം കേൾക്കുന്നത്. ഒരു വലിയ ശക്തനായ ഒരു മനുഷ്യൻ എവിടെ ഈ യുദ്ധക്കളത്തിന് നടുവിൽ വന്ന് നിൽക്കുകയാണ്. ആരുടെ കൂടെ? ഫിലിസ്ത്യരുടെ കൂട്ടത്തിൽ വന്ന ഒരു മല്ലനായ ഒരു വ്യക്തി. ഭയങ്കര തടിമുറുപ്പുള്ള, ഭയങ്കര ശക്തിയുള്ള, ഭയങ്കര ഉയരമുള്ള, ഭയങ്കര ആരോഗ്യമുള്ളൊരു മനുഷ്യൻ. മറ്റുള്ളവരെക്കാട്ടിലൊക്കെ ഏറ്റവും ഉയരമുള്ളൊരു മനുഷ്യനായിട്ട് ഒരു വില്ലൻ അല്ലെങ്കിൽ എന്താണ്, വില്ലൻ അല്ല, ഒരു മല്ലനായൊരു മനുഷ്യൻ
അല്ലെങ്കിൽ ഭയങ്കര ശക്തിയുള്ളൊരു മനുഷ്യൻ എന്ത് ചെയ്യാം, അവിടെ വന്ന് നിൽക്കുക. എന്നിട്ട് അവൻ അവിടെ നിന്നിട്ട് എന്ത് ചെയ്യാം, ഇസ്രായേൽ ജനത്തെയും ദൈവത്തിനായ യഹോവയെയും വെല്ലുവിളിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, സംസാരിക്കുക, വെല്ലുവിളിക്കുക. നിങ്ങളുടെ ദൈവത്തിന് ശക്തിയില്ലയോ? നിങ്ങളുടെ ദൈവം ഇത്ര ഉള്ളൂ, ഞാൻ അതിലുള്ളവൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ കയറുക, അവൻ എന്നോട് യുദ്ധം ചെയ്യും. എന്നിട്ട് ഇവർ പറയുന്നത് എന്താണെന്ന് അറിയാമോ? എല്ലാവരോടും യുദ്ധം ചെയ്ത് മരിക്കേണ്ട ആവശ്യമില്ല, എന്നോട് എൻ്റെ ശക്തിക്ക് അനുസരിച്ച് ആരെങ്കിലും ഒരാൾ വന്ന് എന്നെ ഒന്ന് തോൽപ്പിച്ചാൽ ഞങ്ങളുടെ രാജ്യം മൊത്തം നിങ്ങൾക്ക് കീഴ്പ്പെട്ടേക്കാം, പോരെ. പക്ഷേ എന്നെ എന്ത് ചെയ്യണം, തോൽപ്പിക്കണം. ഈ മല്ലനായ ഗോലിയാത്ത്, ഈ മനുഷ്യൻ്റെ പേര് ഗോലിയാത്ത് എന്നാണേ, ഈ മല്ലനായ ഗോലിയാത്ത് എന്ത് ചെയ്യുന്നു, അവിടെ വന്ന് നിന്നിട്ട് ഈ ഇസ്രായേൽ ജനത്തെ എന്ത് ചെയ്യുക, വെല്ലുവിളിക്കുക. ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേലിനെ ഒരു മനുഷ്യൻ നിന്ന് വെല്ലുവിളിക്കുക. ദൈവത്തെയും കൂട്ടിയാണ് വെല്ലുവിളിക്കുന്നത്. എന്ത്, നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോ ഇറങ്ങി വരാനൊക്കെ പറഞ്ഞ് ഭയങ്കര വെല്ലുവിളി നടത്തിക്കൊണ്ടിരിക്കുക. ഈ മനുഷ്യനെ കണ്ടതും ഇസ്രായേൽ ജനത്തിലെ പടയാളികൾ ആരും അനങ്ങിയില്ല. അവരെല്ലാം പേടിച്ച് വിറച്ചൊരു സൈഡിലേക്ക് മാറിയിരിക്കുകയാണ്. അവർ ചെയ്തത് എന്താണെന്നറിയാമോ? അവർ മാറി അവിടെ നിൽക്കുകയാണ്. ഈ മനുഷ്യൻ്റെ അടുക്കലൊക്കെ ആരും പോകുന്നില്ല. എന്തുകൊണ്ടാണ്? ഇത്രയും ഘനമുള്ള, ഇത്രയും ബലവാനായൊരു, ഇത്രയും മല്ലനായൊരു മനുഷ്യനെ കണ്ടപ്പം ശൗലിൻ്റെ പടയാളികളെല്ലാം എന്ത് ചെയ്യുന്നു, പേടിച്ചവിടെ മാറിയിരിക്കുക. ഓർത്തോളം, ദാവീദിൻ്റെ സഹോദരന്മാരും എന്ത് ചെയ്യുന്നുണ്ട്, ഈ പടയാളികളുടെ കൂട്ടത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇരിക്കുന്നുണ്ട്. എന്നാൽ ദാവീദ് ഇവിടെ നിന്ന് അങ്ങോട്ട് ചെന്ന് സഹോദരന്മാരെ കാണാൻ ചെന്ന് ദാവീദ് ഇങ്ങനെ നിന്നുകൊണ്ട് ദൈവത്തെയും ദൈവജനത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ നിന്ന് വെല്ലുവിളിക്കുകയാണ്. അവർ ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി പോയാൽ നിങ്ങൾ ഇത്ര ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, കളിയാക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്യുന്നത് കേട്ടപ്പം ദാവീദിനങ്ങ് ഭയങ്കര ദേഷ്യമായി. ദാവീദിന് ദേഷ്യം വരാൻ പ്രധാന കാരണം ദൈവത്തെയും വെല്ലുവിളിക്കുന്നത് കൊണ്ടാണ്. ദൈവത്തിൻ്റെ ജനത്തെ വെല്ലുവിളിക്കുന്നത് കേട്ടപ്പോൾ എന്ത് ചെയ്തു, ദാവീദിന് ഭയങ്കര ദേഷ്യമായി. ദാവീദ് ചോദിച്ചു, ഇവനെ കൊന്നു കഴിഞ്ഞാൽ നിങ്ങൾ എനിക്ക് എന്തോ തരും? അപ്പോഴാണ് ദാവീദിൻ്റെ ആളുകൾ പറഞ്ഞു, ഇതിന് ശൗൽ രാജാവ് പറഞ്ഞിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? അവന് രാജാവിൻ്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കും, അവൻ്റെ പിതൃഭവനത്തിന് പലിശയില്ലാതെ അല്ലെങ്കിൽ ടാക്സ് ഇല്ലാതെ അവൻ്റെ വീടിനെ പിതൃഭവനത്തെ ഒഴിച്ചു കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് ധാരാളം ഓഫറുകൾ എന്ത് ചെയ്തു രാജാവ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത്രയൊക്കെ ഓഫറുണ്ട്, രാജാവിൻ്റെ മകളെയൊക്കെ വിവാഹം കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് ഓഫറുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഇതൊന്നും ഏറ്റെടുക്കാനായിട്ട് ആരും തയ്യാറാവുന്നില്ല. എന്തുകൊണ്ടാണ്? എല്ലാ മനുഷ്യർക്കും ജീവിക്കണമെന്ന് ആഗ്രഹമില്ലേ? ഈ മല്ലനായ മനുഷ്യൻ, ഈ മല്ലനായ ഗോലിയാത്തിൻ്റെ മുമ്പിൽ ചെന്ന് ആരെങ്കിലും നിൽക്കുമോ അടികൊള്ളാനായിട്ട്, ചത്തുപോകാനായിട്ട്? കത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് രാജ്യത്തിൻ്റെ പകുതി കെട്ടും എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഒരു മനുഷ്യർ പോലും ഈ യുദ്ധത്തിനായിട്ട് അങ്ങോട്ട്. പക്ഷെ ദാവീദ് ഇത് കേട്ടപ്പോൾ ദാവീദിന് ഭയങ്കരമായിട്ട് എന്ത് ചെയ്തു, ദേഷ്യം വന്നു. എന്തുകൊണ്ട്? ദൈവത്തെയും ദൈവജനത്തെയും വെല്ലുവിളിക്കുന്നത് കേട്ടപ്പോൾ ദാവീദ് അങ്ങോട്ട് ചെയ്ത് ഇവനെ ഞാൻ തീർക്കാം എന്ന് പറഞ്ഞപ്പോൾ ദാവീദിൻ്റെ മൂത്ത സഹോദരനൊക്കെ പറഞ്ഞു, എടാ നീ ഇവിടെ വന്ന് എന്തിനാ? അപ്പം നിന്നെ പറഞ്ഞു വിട്ടത് എന്തിനാ? നിന്നോട് ഞങ്ങളെ വന്ന് കണ്ട് നിങ്ങൾ തിരിച്ചെന്ത് ചെയ്യുക, അപ്പൻ്റെ അടുക്ക പോകാനല്ലേ നീ വന്ന കാര്യം കഴിഞ്ഞില്ല, ഇനി പെട്ടെന്ന് പോകും, നിനക്ക് വേറെ ഇതൊന്നും പറ്റുന്ന പരിപാടിയല്ലെന്നൊക്കെ പറഞ്ഞ് ദാവീദിനെ വഴക്ക് പറയാൻ തുടങ്ങി. ദാവീദ് പറഞ്ഞു, ഞാൻ അതിന് മാത്രമൊന്നും പറഞ്ഞില്ലല്ലോ, ഇവൻ എന്തിനാ ഇങ്ങനെ പറയുന്നത്, അത് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ, വേറെ ഒന്നും ഞാൻ ചോദിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ദാവീദ് എന്ത് ചെയ്തു, അങ്ങോട്ട് ചേട്ടനൊന്നുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത ആളുകൾക്ക് ചോദിച്ചപ്പോഴേക്കും ഇവർ കാര്യം പറഞ്ഞു. എന്താ, ഇവനെ കൊന്നു കഴിഞ്ഞാൽ അവർ രാജ്യം മൊത്തം കീഴടങ്ങിയിരിക്കും, അവന് രാജാവ് ഇസ്രായേലിൻ്റെ രാജാവായ ശൗൽ സമ്മാനങ്ങൾ കൊടുക്കുമെന്നൊക്കെ പറഞ്ഞു. ദാവീദ് സമ്മാനം കിട്ടുമെന്നുള്ളതിനെക്കാട്ടിലൊക്കെ ഉപരി ദാവീദിന് ദൈവത്തെ വെല്ലുവിളിക്കുന്നതും ദൈവജനത്തെ വെല്ലുവിളിക്കുന്നതും ദാവീദിന് സഹിക്കാൻ കഴിഞ്ഞില്ല. ദാവീദ് എന്ത് ചെയ്തു, തൻ്റെ കയ്യിലൊരു കവണയും സഞ്ചിയും ഒക്കെ ഉണ്ടായിരുന്നു. ദാവീദ് അങ്ങോട്ട് പോയി, ഇറങ്ങി അങ്ങോട്ട് ചെന്നു. ഞാൻ വരുവാന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് വരുവാന്ന് പറഞ്ഞിട്ട് ദാവീദ് എന്ത് ചെയ്തു, അങ്ങോട്ട് ഇറങ്ങി പോകുന്ന കൂട്ടത്തിൽ 5 മിനിറ്റ് കൊണ്ട് കല്ലും എടുത്തിട്ട് ദാവീദ് എന്ത് ചെയ്തു, ഈ ഗോലിയാത്തിൻ്റെ നേരെ അങ്ങോട്ട് ചെല്ലുക. കവണയെന്ന് പറഞ്ഞാൽ എന്തുവാ, ഒരു ചെറിയൊരു കമ്പ് പോലൊരു സാധനം, അതിലിങ്ങനെ നമ്മളിങ്ങനെ പറക്കി കിളികളെയൊക്കെ എറിഞ്ഞു വിടുന്ന തെറ്റാര് പോലൊരു സാധനം, അത്ര ഉള്ളൊരു കവണ എന്ന് പറയുന്നത്. ഈ കവണയും കുറച്ച് കല്ലുമൊക്കെ ആയിട്ട് എന്ത് ചെയ്യുക, ഈ മനുഷ്യൻ അങ്ങോട്ട് പോവുക. ഈ വാളും പരിചയും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഈ മല്ലനായ ഗോലിയാത്തിൻ്റെ അടുക്കിലേക്ക്. ആളുകളൊക്കെ പറഞ്ഞ്, ഈ ചെറുക്കൻ വളരെ ചെറിയ പയ്യനല്ലേ, ഇവൻ എന്തിനാ ഈ യുദ്ധത്തിന് വേണ്ടി പോകുന്നത്? അപ്പം ഗോലിയാത്ത് നോക്കിയപ്പോൾ ഗോലിയാത്തിന് ചിരിയാവുന്നത്.
എന്താ സംഭവം എന്നറിയാം, ഗോലിയാത്ത് ദാവീദിനോട് ചോദിച്ചു, എടാ നീ കൊച്ചു പയ്യനാണ്, എൻ്റെ അടുക്കലേക്ക് യുദ്ധത്തിന് വരുന്നത്, നീ എന്താണ് ഇത് വിചാരിച്ചത്? ഒരു നായയെ പോലെയാണോ എന്നെ നീ കാണുന്നത്? അങ്ങനെയാണോ നീ എൻ്റെ അടുക്കലേക്ക് യുദ്ധത്തിന് വേണ്ടി വരുന്നത്? നോക്ക്, എൻ്റെ കയ്യിൽ വാളുണ്ട്, പരിചയമുണ്ട്, പരിചയം പിടിക്കുന്ന ആളുകളുണ്ട്. ഇത്രയും ആളുകളുടെ മുമ്പിൽ ഞാൻ യുദ്ധത്തിന് നിൽക്കുമ്പോൾ നിങ്ങളവിടെ വലിയ വേറെ നല്ല പട്ടാളക്കാരും ഇല്ലാഞ്ഞിട്ടാണോ നീ ഒരു നായയുടെ പോലെ എൻ്റെ അടുക്കലേക്ക് വരുന്നത്? ഒരു കമ്പമൊക്കെ ആയിട്ട് അങ്ങോട്ട് യുദ്ധത്തിന് ചെല്ലുക. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, എന്ത് വിരോധാഭാസമായ കാര്യമാണ് ഇല്ലേ? പക്ഷേ ദാവീദ് പറഞ്ഞു, നീ നിന്ദിച്ച യഹോവയുടെ നാമത്തിൽ എന്ത് ചെയ്യുന്നു, ഞാൻ നിന്റെ നേരെ വരുന്നു എന്ന് പറഞ്ഞു. ദാവീദ് അങ്ങോട്ട് ചെന്ന് പോകുന്ന പോക്കിന് കവണയിൽ കല്ലൊക്കെ ഇട്ടിട്ട് കറക്കി ഒറ്റ ഏറ് വെച്ച് കൊടുത്തു. എല്ലാവരും നോക്കി നിന്ന മാത്രയിൽ തന്നെ ദാവീദിൻ്റെ കല്ല് കവണയിൽ നിന്ന് പോയി കറക്റ്റ് ഗോലിയാത്തിൻ്റെ നെറ്റിക്ക് കൊണ്ടു. കല്ല് എന്ന് കൊണ്ടതും ഇത്രയും മല്ലനും വില്ലനുമായ, അല്ലെങ്കിൽ മല്ലനും അങ്ങനെ ശാരീരിക അമാനുഷികനുമായി ഈ മനുഷ്യൻ എന്ത് ചെയ്തു? കല്ല് കൊണ്ടതും നേരെ കവണ താഴെ വീണു. ഫിലിസ്ത്യരെല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുക, ഈ ചെറുക്കനെ ഗോലിയാത്ത് എന്തുവാ ചെയ്യാൻ പോകുന്നതെന്ന് നോക്കി. പക്ഷേ ദാവീദിന്റെ കയ്യിലെ കവണയിലെ കല്ല് വന്ന് പതിച്ചതും ഈ മല്ലനായ ഗോലിയാത്ത് എന്ത് ചെയ്തു? കവണ തറയിൽ വീണു. ദൈവത്തെ നിന്ദിച്ച മനുഷ്യനെ എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ ശക്തിയാൽ, ദൈവത്തിൻ്റെ കരങ്ങളിൽ താണിരുന്ന ദാവീദ് എന്ത് ചെയ്തു? അവനെ നശിപ്പിക്കുന്നു. ദാവീദ് നോക്കിയപ്പോൾ ഇവൻ മറിഞ്ഞു വീണു. ബാക്കിയുള്ള ഫെലിസ്ത്യരെല്ലാം പേടിച്ചു പോയി. ആകപ്പാടെ അവരെല്ലാം പ്രതീക്ഷ വെച്ചിരുന്ന ഈ ഗോലിയാത്തിലാണ്. ഗോലിയാത്ത് വീണതോടുകൂടി ഫെലിസ്ത്യരുടെ എല്ലാ ബലവും പോയി. അവരെ പേടിച്ചോടാനായിട്ട് തുടങ്ങി. ദാവീദ് അങ്ങോട്ട് ചെന്നപ്പോൾ ഗോലിയാത്തിനെ കൊല്ലാൻ തൻ്റെ വാള് വല്ലതും ഉണ്ടോ? ഇല്ല. ഒരു കമ്പും കുറച്ച് കല്ലുമായിട്ടാണ് ദാവീദ് അങ്ങോട്ട് ഗോലിയാത്തിനെ നേരെ ചെല്ലുന്നത്. ദാവീദ് അങ്ങോട്ട് ചെന്ന് നോക്കിയപ്പോൾ വാളൊന്നുമില്ല. അങ്ങോട്ട് ചെന്ന് ആ ഗോലിയാത്തിൻ്റെ വാള് തന്നെ ഊരി അവനെ അങ്ങ് വെട്ടി. നോക്കിക്കേ, ആയുധം പോലും ഇല്ലാതെ ദാവീദ് ചെന്നു. എന്തുകൊണ്ടാണ്? ദൈവം ശക്തനാക്കുമെന്ന് അവനറിയാം. ദൈവത്തിൻ്റെ നാമത്തിൽ അവൻ ചെല്ലുമ്പോൾ അവൻ ഏത് കാര്യവും സാധ്യമാണ് എന്നറിയാം. ഇത് പോകാൻ കാരണം എന്താണ്? ദാവീദിന് തൻ്റെ ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ ദാവീദ് ശൗലിൻ്റെ അടുക്ക പറഞ്ഞു, എനിക്ക് വേറെ കഴിവുകളൊന്നുമില്ല, എനിക്കാകെ ഉള്ളത് ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളതാണ്. കാര്യം എന്തെന്നറിയാവോ? ഞാൻ കാട്ടിൽ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നപ്പം ഒരിക്കൽ സിംഹം വന്നു, ഒരിക്കൽ കരടി വന്നു. ഇതിനെയൊക്കെ കൊല്ലാൻ, ഇതിനെയൊക്കെ നശിപ്പിച്ച് കളയാൻ ദൈവം എൻ്റെ കൂടെ, എനിക്ക് ദൈവം എന്ത് ചെയ്തു? കഴിവ് തന്നു. അതുകൊണ്ട് ഈ ഗോലിയാത്തിനെ കൊല്ലാനും കഴിയുമെന്ന വിശ്വാസത്തിൽ ദൈവത്തിൽ ആശ്രയിച്ച് എന്ത് ചെയ്തു? ഈ ദാവീദ് ഗോലിയാത്തിനെ നേരിട്ടു. ഗോലിയാത്തിനെ അവിടെ കൊന്നുകളഞ്ഞു. ദൈവത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യരെ എന്ത് ചെയ്യും? ദൈവം വിടുവിക്കും. നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹം എന്താണ്? ദൈവത്തിന് വേണ്ടിയിട്ടാണോ നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹമുള്ളത്? ദൈവത്തിന് വേണ്ടി നിൽക്കണമെന്ന ആഗ്രഹമാണോ നമ്മുടെ മനസ്സിലുള്ളത്? അങ്ങനെയാണെങ്കിൽ ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ ദൈവത്തിൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ ദൈവം എന്ത് ചെയ്യും? തീർച്ചയായിട്ടും നമ്മുടെ കൂടെ ഉണ്ടാകും. അപ്പോൾ എൻ്റെ കൂട്ടുകാരോട് അങ്ങനെ പറയാൻ ഒരേ ഒരു കാര്യമുള്ളൂ. നമ്മൾ ഏത് സാഹചര്യത്തിലായിരുന്നാലും, ഏത് സിറ്റുവേഷനിലായിരുന്നാലും ദൈവത്തെ നിന്ദിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ദൈവത്തിന് വേണ്ടി നാം നിൽക്കുകയും വേണം. ഏത് പ്രതികൂല സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നാലും യേശു കർത്താവിന് വേണ്ടി നിൽക്കുവാൻ നാം തയ്യാറാകണം. അങ്ങനെ നിൽക്കാൻ നാം തയ്യാറായാൽ ദൈവം നമ്മുടെ കൂടെ നിൽക്കും, ദൈവം നമുക്ക് വിജയം നൽകും. അത് നിങ്ങൾ ഓർക്കുക, എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ എന്ത് ചെയ്യണം? ഉണ്ടാകണം. അപ്പോൾ ഇന്നത്തെ വാക്യം അങ്ങ് പറയാൻ പോവുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. 1 ശമൂവേലിന്റെ പുസ്തകം 16-ാം അധ്യായം 7-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗമാണ് പറയുന്നത്. മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു എന്ന് അരുളി ചെയ്തു. ഒന്നുകൂടെ പറയുന്നു. 1 ശമൂവേലിന്റെ പുസ്തകം 16-ാം അധ്യായം 7-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം. മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു എന്ന് അരുളി ചെയ്തു. ഈ കാണാതെ പഠിക്കണം. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരു നിമിഷം നമ്മുടെ കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ വേദഭാഗം പഠിക്കുവാൻ നീ ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ സ്തുതിക്കുന്നു. ദൈവദിനം പഠിച്ചതുപോലെ ദാവീദിനോട് കൂടെ ദൈവം ഇരുന്നത് പോലെ ഞങ്ങളോട് കൂടെ ഇരിക്കണമേ കർത്താവേ. നിന്നെ നിന്ദിക്കുന്നവരുടെ മുമ്പിൽ ദൈവമേ ഞങ്ങളെ നീ മാനിക്കുമാറാകണമേ കർത്താവേ. ഞങ്ങളോട് കൂടെ യേശുപ്പത്തിനുള്ളതിനായി സ്തുതിക്കുന്ന കർത്താവേ. യാതൊരു കാരണവശാലും എന്തെല്ലാം പ്രതിസന്ധികൾ ഞങ്ങളുടെ മുമ്പിൽ കടന്നു വന്നാലും
അങ്ങേ വിട്ടു പോകുവാൻ ഞങ്ങളെ ഇടവരുത്തരുത് കർത്താവേ. നിനക്ക് വേണ്ടി ചേർന്ന് നിൽപ്പാൻ, നിനക്ക് വേണ്ടി നിൽപ്പാൻ നീ ഞങ്ങളെ ഒരുക്കുമാറാണ് കർത്താവേ. നീ ഞങ്ങളുടെ ഏത് പ്രതിസന്ധിയിൽ ഞങ്ങളോടൊപ്പം ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ. നീ നൽകുന്ന ശക്തിയാൽ ഞങ്ങളെ മുമ്പോട്ട് നയിക്കുമാറാണ് കർത്താവേ. യേശുപ്പച്ച, ഞങ്ങളെ ഇത്രത്തോളം കരുതിയതിനായി സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ.